ഈശോയിൽ സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 38 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈശോ ഒരു ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നതാണ് സന്ദർഭം. മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനത്തിലേക്ക് യേശു കടന്നു ചെല്ലുകയാണ്. മർത്തായാണ് യേശുവിനെ ഭവനത്തിൽ സ്വീകരിച്ചത്. അതിനുശേഷം അവൾ പലവിധത്തിലുള്ള ജോലികളിലേക്ക് കടന്നുപോയി. ആ സമയം മറിയം യേശുവിൻ്റെ പാദത്തിങ്കലിരുന്ന് അവൻ പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മർത്ത ഏറെ അസ്വസ്ഥയായി കടന്നുവന്ന് കർത്താവിനോട് ഇങ്ങനെ പരാതി പറഞ്ഞു, എല്ലാ ജോലികളും ചെയ്യാൻ എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ? യേശു മർത്തായോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും വ്യഗ്രചിത്തയും ആകുലചിത്തയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഈശോ മർത്തായോട് പറയുകയാണ്, മർത്ത, ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ, അത് നിന്റെ സഹോദരി തിരഞ്ഞെടുത്തിരിക്കുന്നു, അതവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. സ്നേഹമുള്ളവരെ, ഈ വചനഭാഗത്തിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്കെല്ലാവർക്കും മർത്തായോടും വളരെ സ്നേഹം തോന്നും. കാരണം ആ വീട്ടിലെ പണികളൊക്കെ അവൾ ഓടി നടന്ന് ചെയ്തു തീർക്കുകയായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈശോ മറിയത്തെ ശ്ലാഘിച്ച് സംസാരിച്ചത്, മർത്തായെ കുറ്റപ്പെടുത്തി സംസാരിച്ചത്? അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോ മർത്തായോട് പറഞ്ഞു, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, ഒന്ന് മതി, അത് നിന്റെ സഹോദരി തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് യേശു മർത്തായെ കുറ്റപ്പെടുത്തിയത്, മറിയത്തെ ശ്ലാഘിച്ച് സംസാരിച്ചത്? സ്നേഹമുള്ളവർ, നമ്മുടെ ജീവിതത്തിലെ തെരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് കൊടുക്കുന്ന മുൻഗണന വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു ആ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്തിനാണ് മുൻഗണന കൊടുക്കേണ്ടതെന്ന് മറിയം തിരിച്ചറിഞ്ഞു. മർത്താക്ക് അത് തിരിച്ചറിയാൻ സാധിച്ചില്ല. മറിയം യേശുവിന് മുൻഗണന കൊടുത്തു, അവൻ്റെ വാക്കുകൾക്ക് മുൻഗണന കൊടുത്തു, അവൻ്റെ അരികിലിരിക്കുന്നതിന് മുൻഗണന കൊടുത്തു. മർത്താക്ക് അങ്ങനെ മുൻഗണന കൊടുക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് യേശു അവളെ കുറ്റപ്പെടുത്തുന്നത്. സ്നേഹമുള്ളവരെ, ഒരു വ്യക്തിക്ക് വേണ്ട കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുവാൻ സാധിക്കുന്നത് എപ്പോഴാണ്? വേണ്ട കാര്യങ്ങൾക്ക് ഒരു വ്യക്തിക്ക് മുൻഗണന കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളുടെയും മൂല്യം തിരിച്ചറിയാൻ സാധിക്കണം. ഒരു വ്യക്തി മൂല്യം തിരിച്ചറിയുന്നതനുസരിച്ചാണ് ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയുക, മനുഷ്യൻ്റെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയുക, സമ്പത്തിൻ്റെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയുക, ശരീരത്തിൻ്റെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയുക, ആത്മാവിൻ്റെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയുക, പുണ്യത്തിൻ്റെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയുക. ഈ തിരിച്ചറിവുകളാണ് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുവാൻ ആ വ്യക്തിയെ പ്രാപ്തരാക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നുണ്ട്. ചില ആളുകൾ ദൈവത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും ദേവാലയത്തിനും മുൻഗണന കൊടുക്കുന്നു. ചില ആളുകൾക്ക് അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നില്ല. അവർ ബിസിനസ്സിനും മറ്റു കാര്യങ്ങൾക്കും സമ്പത്തിനും ജഡികമായ സന്തോഷങ്ങൾക്കും
അല്ലെങ്കിൽ അധികാരത്തിനും ഒക്കെ മുൻഗണന കൊടുത്ത് നമ്മുടെ ചുറ്റിലും ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് ദൈവത്തിന് മുൻഗണന കൊടുക്കാൻ സാധിക്കാതെ പോകുന്നത്? അതിൻ്റെ കാരണം അവർ മൂല്യം തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരു വ്യക്തി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് നല്ല വാക്ക് ഒരു വ്യക്തിക്ക് കേൾക്കാൻ സാധിക്കണമെങ്കിൽ, ഓരോന്നിൻ്റെയും മൂല്യം തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ മുൻഗണന കൊടുത്ത് നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏറെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ഡോക്ടർ എബൻ അലക്സാണ്ടർ എഴുതിയ പ്രൂഫ് ഓഫ് ഹെവൻ എന്ന പുസ്തകം. സ്വർഗമുണ്ട് എന്നതിന് തെളിവ്. ഡോക്ടർ എബൻ അലക്സാണ്ടർ, അദ്ദേഹം വളരെ പ്രശസ്തനാണ്. അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് അദ്ദേഹം ഒരു ന്യൂറോ സർജനാണ്. അദ്ദേഹം അതിപ്രഗത്ഭനാണ്. അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, മനുഷ്യൻ്റെ തലച്ചോറിൽ ഇന്ന കാര്യങ്ങളുടെ ഓർമ്മ ഇന്ന സ്ഥലത്താണ് ഇരിക്കുന്നതെന്ന് കാണിച്ചു തരുവാൻ തക്കവിധം പ്രാഗൽഭ്യമുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ എബൻ അലക്സാണ്ടർ. സ്നേഹമുള്ളവരെ, അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസിൽ ഈ ലോകത്തിൽ അവസാന വാക്കുകൾ പറയുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതിപ്രഗത്ഭരായവർക്ക് മാത്രം ലഭിക്കുന്ന അവസരമാണ്. അവിടുത്തെ ന്യൂറോ സർജനാണ് ഈ ഡോക്ടർ എബൻ അലക്സാണ്ടർ. സ്നേഹമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഒരു അനാഥ ബാലനായിരുന്നു. അദ്ദേഹത്തെ ഒരു ദമ്പതികൾ എടുത്തു വളർത്തി പഠിപ്പിച്ചു. പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. അങ്ങനെ പഠിച്ച് അദ്ദേഹം ഡോക്ടറായി. തുടർന്ന് ഉയർന്ന മേഖലകളിലേക്ക് അദ്ദേഹം വളർന്നു. അദ്ദേഹത്തിന് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് വലിയ വിശ്വാസവും ബോധ്യമൊന്നുമില്ലായിരുന്നു. അദ്ദേഹം ഒരു ന്യൂറോ സർജൻ കൂടെ ആയിരുന്നതുകൊണ്ട് അദ്ദേഹം മരണത്തിന് ശേഷമുള്ള പുസ്തകങ്ങളെക്കുറിച്ച്, മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങളെക്കുറിച്ച് അദ്ദേഹം പലപ്പോഴും നെഗറ്റീവായിട്ടാണ് സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിന് സ്വർഗത്തിലോ നരകത്തിലോ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. അദ്ദേഹം പഠിപ്പിക്കുന്ന കുട്ടികളോടും പലപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പങ്കുവയ്ക്കാറുള്ളത്. എന്നാൽ ഒരു ദിവസം ഈ വളരെ പ്രശസ്തനായ ഡോക്ടർ തൻ്റെ വീട്ടിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം തളർന്നു പോകുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അതിനുശേഷം ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ തന്നെ കീഴിലുള്ള ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. അദ്ദേഹം അപ്പോഴേക്കും അബോധാവസ്ഥയിലേക്ക് പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അദ്ദേഹത്തെ കണ്ട് കരയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, ഈ ലോകത്തിലെ അതിപ്രശസ്തമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന പ്രഗത്ഭരായ ഡോക്ടേഴ്സ്, തങ്ങളുടെ സഹപ്രവർത്തകനെ വീണ്ടും ബോധ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഏറെ പരിശ്രമിച്ചെങ്കിലും അദ്ദേഹം പെട്ടെന്നൊന്നും ബോധതലങ്ങളിലേക്ക്, ബോധാവസ്ഥയിലേക്ക് കടന്നു വന്നില്ല. അങ്ങനെ അദ്ദേഹം ഇവിടെ വെന്റിലേറ്ററിൽ അബോധാവസ്ഥയിൽ കഴിയുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഒരു യാത്ര പോയി. ആ യാത്രയെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഒരു യാത്ര പോവുകയാണ്. ആ യാത്രയിൽ ഈ ആത്മാവ് ആദ്യം ഏറെ ദുർഗന്ധം വമിക്കുന്ന, ഏറെ ഭയം ജനിപ്പിക്കുന്ന ഇടങ്ങളിലൂടെ കടന്നുപോയി. പിന്നീട് ഒത്തിരിയേറെ ഇഴജീവികളും ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് കടന്നുപോയി. പിന്നീട് ഇതുപോലെ തന്നെ ഒത്തിരിയേറെ അസ്വസ്ഥത ജനിപ്പിക്കുന്ന ശബ്ദങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് കടന്നുപോയി. അവസാനം അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഒരു പ്രത്യേക സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത സന്തോഷവും ഇതുവരെ കാണാത്ത കാഴ്ചകളും അദ്ദേഹം കാണാൻ തുടങ്ങി.
അവിടുത്തെ ചിത്രശലഭങ്ങളുടെ മനോഹാരിത, അവിടെ കണ്ട മരങ്ങളുടെ സൗന്ദര്യം, അവിടെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട സന്തോഷം, ഇതൊക്കെ അദ്ദേഹത്തെ വല്ലാതെ സന്തോഷങ്ങളിലേക്ക് കൊണ്ടുപോയി. ഈ അനുഭവത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് തിരികെ വന്നു. അവരുടെ സഹപ്രവർത്തകരെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കണ്ണുകൾ തുറന്ന് സാധാരണ ജീവിതത്തിലേക്ക് വന്നു. കണ്ണുകൾ തുറന്ന് സാധാരണ ജീവിതത്തിലേക്ക് വന്ന ഈ അതിപ്രശസ്തനായ ഡോക്ടർ എബൻ അലക്സാണ്ടർ പിന്നീട് ആദ്യമായി ചെയ്ത കാര്യം, തൻ്റെ ഈ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം എഴുതുകയാണ്. ആ പുസ്തകത്തിൻ്റെ പേരാണ് പ്രൂഫ് ഓഫ് ഹെവൻ, സ്വർഗമുണ്ട് എന്നതിന് തെളിവ്. ആ പുസ്തകത്തിൽ അദ്ദേഹം കൂടുതലും വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുവചനമാണ്. ആ വചനം ഇങ്ങനെയാണ്: ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ അതിപ്രശസ്തനായ ഡോക്ടർ തൻ്റെ ലോകപ്രശസ്തമായ പുസ്തകത്തിൽ ഈ വചനമാണ് പ്രധാനമായിട്ടും എഴുതിയിരിക്കുന്നത്: ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, നിങ്ങൾക്കറിയാമോ, ഈ പുസ്തകം അദ്ദേഹം എഴുതി അത് പബ്ലിഷ് ചെയ്തു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചൂടപ്പം പോലെ ഈ പുസ്തകം വിറ്റുതീർന്നു. അമേരിക്കയിൽ എന്നല്ല, ലോകമെമ്പാടുമുള്ള അനേകം ബുദ്ധിജീവികൾ ഈ പുസ്തകം വായിച്ച് സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും വിശ്വസിക്കാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ മാറ്റം സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യങ്ങളിൽ മാറ്റം സംഭവിച്ചു. ഇന്ന് അദ്ദേഹം ഒരു വിശുദ്ധമായ ജീവിതം നയിച്ച് ഈ സ്വർഗത്തിനു വേണ്ടി ഒരുങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഈ പുസ്തകത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്കും ഇത് വായിക്കാൻ ഏറെ താല്പര്യം തോന്നി. പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, എറണാകുളത്തെ എടപ്പള്ളിയിലുള്ള ലുലു മാളിൽ ഈ പുസ്തകമുണ്ടെന്ന്. എൻ്റെ പരിചയത്തിലുള്ള വേറൊരു സുഹൃത്ത് ആ പുസ്തകം വാങ്ങുകയും ഞാനത് വായിക്കാൻ ഇടവരുകയും ചെയ്തു. പൂർണ്ണമായും വായിക്കാൻ എനിക്ക് സാധിച്ചില്ല, എങ്കിലും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. എറണാകുളത്തെ ലുലു മാളിൽ, അവിടുത്തെ ബുക്ക് സ്റ്റാളിൽ ഈ പുസ്തകമുണ്ട്. സ്നേഹമുള്ളവരെ, നെറ്റിൽ സെർച്ച് ചെയ്താൽ നമുക്കതിനെക്കുറിച്ച് കിട്ടും. അപ്പോൾ ഈ ഡോക്ടറുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഒരു സുവിശേഷ പ്രഘോഷകനല്ല. ഇത് വിളിച്ചു പറഞ്ഞത് ഒരു വൈദികനല്ല. ഇത് വിളിച്ചു പറഞ്ഞത് അമേരിക്കയിലെ ലോകപ്രശസ്തമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറായ ബുദ്ധിയുടെ തലങ്ങളെക്കുറിച്ച്, ഓർമ്മയുടെ തലങ്ങളെക്കുറിച്ച് ന്യൂറോ സയൻസിൽ വളരെയധികം പ്രഗത്ഭനായ ഡോക്ടർ എബൻ അലക്സാണ്ടറാണ് പറയുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകത്തിൽ കാണുന്നതൊന്നുമല്ല കാഴ്ചകൾ, ഈ ലോകത്തിൽ അനുഭവിക്കുന്നതൊന്നുമല്ല സന്തോഷങ്ങൾ. ഇതിനപ്പുറം ഒരു സന്തോഷമുണ്ട്, ഇതിനപ്പുറം കുറെ കാഴ്ചകളുണ്ട്. ആ കാഴ്ചകൾക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണം. ആ കാഴ്ചകൾക്ക് വേണ്ടി ഈ ലോകത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്: അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ മൂല്യം എന്താണെന്ന്, സ്വർഗത്തിൻ്റെ മൂല്യം എന്താണെന്ന്, ആത്മാവിൻ്റെ മൂല്യം എന്താണെന്ന്, നരകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന്, സ്വർഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി ദൈവത്തിന് മുൻഗണന കൊടുത്ത് ജീവിക്കാൻ തുടങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പോൾ ഈ ലോക ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ദൈവത്തിന് മുൻഗണന കൊടുക്കാൻ സാധിക്കണമെങ്കിൽ, ഈ ലോക ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ദൈവിക കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാൻ സാധിക്കണമെങ്കിൽ, ആ വ്യക്തിക്ക് മൂല്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കണം.
എന്തിനാണ് കൂടുതൽ മൂല്യമുള്ളത്? അപ്പോൾ യേശു മർത്തായെ കുറ്റപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇതാണ്. അവൾ മൂല്യം തിരിച്ചറിഞ്ഞ് യേശുവിനും യേശുവിൻ്റെ വചനങ്ങൾക്കും മുൻഗണന കൊടുത്തില്ല എന്നുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവർ, നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലേക്ക് നോക്കിയാൽ, പല ആളുകളെയും നമ്മൾ നോക്കിയാൽ അവർക്കെല്ലാം മുൻഗണനകൾ പല കാര്യങ്ങളിലാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഇന്ന് ഇവിടെ ഈ ധ്യാനം നടക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു വളരെ പ്രശസ്തനായ സിനിമാ നടനോ സിനിമാ നടിയോ വരുന്നുവെന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ഈ ദേവാലയത്തിലും ഈ റോഡിലൊന്നും സ്ഥലമുണ്ടാവുകയില്ല. ഈ റോഡുകളൊക്കെ ബ്ലോക്കാകും. ഒരുപക്ഷെ ഇവിടെ വലിയൊരു ജനക്കൂട്ടം വരും. എന്തുകൊണ്ടാണ് ആ ജനക്കൂട്ടം വരുന്നത്? അതിൻ്റെ കാരണം ഇതാണ്, അവർ അതിനാണ് മൂല്യം കൂടുതൽ കൊടുക്കുന്നത്. അവർ ആ കാര്യങ്ങൾക്കാണ് മൂല്യം കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ ജ്ഞാനം ലഭിച്ചവർക്ക്, ദൈവികമായ ജ്ഞാനം ലഭിച്ചവർക്ക്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തിന് മൂല്യം കൊടുക്കണം, മുൻഗണന കൊടുക്കണം എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈശോ ഈ ഉപമയിലൂടെ, ഈ സാഹചര്യത്തിലൂടെ, ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് ജീവിക്കുന്നവരെ നോക്കി നമ്മൾ അസ്വസ്ഥരായിട്ട് കാര്യമില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഇതാണ്, അവർ ഇന്ന് വരെ ദൈവം ആരാണെന്ന് അറിഞ്ഞിട്ടില്ല, ആത്മാവെന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടില്ല, സ്വർഗമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവർ മറ്റു പല കാര്യങ്ങൾക്കും മുൻഗണന കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈശോ മർത്തായെ കുറ്റപ്പെടുത്തിയതിന്റെ കാരണം ഇതാണ്, നീ മുൻഗണന കൊടുക്കേണ്ടതിന് മുൻഗണന കൊടുത്തില്ല. എന്തുകൊണ്ടാണ് അവൾക്ക് ഈ മൂല്യം തിരിച്ചറിയാതെ പോയത്? അതിന് യേശു പറയുന്ന കാരണം ഇതാണ്, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ആകുലയും അസ്വസ്ഥയുമാണ്, അതുകൊണ്ടാണ് നിനക്കത് സാധിക്കാത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നൊരു വലിയ സത്യം ഇതാണ്, നമ്മൾ ഈ ജീവിതത്തിൽ പലതിനെക്കുറിച്ചും വ്യഗ്രചിത്തരായി നടന്നാൽ, നമ്മൾ ഈ ജീവിതത്തിൽ പലതിനെക്കുറിച്ചും ആകുലപ്പെട്ട് നടന്നാൽ, നമ്മൾ ഈ ജീവിതത്തിൽ പലതിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെട്ട് നടന്നാൽ, നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുവാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ നമ്മളെ ഉത്കണ്ഠകളും ആകുലതകളും വ്യഗ്രതകളും നമ്മളെ നയിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം അതിൻ്റെ പുറകെ പോകും. നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈശോ പഠിപ്പിക്കുകയാണ്, ഈ ഉത്കണ്ഠകളിൽ നിന്ന്, ആകുലതകളിൽ നിന്ന്, വ്യഗ്രചിത്തതകളിൽ നിന്ന് നമ്മൾ മോചിതരായാലേ നമുക്ക് വേണ്ടതുപോലെ പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഉത്കണ്ഠകൾ നമ്മളെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ നിന്ന് നമ്മളെ അകറ്റിക്കൊണ്ടുപോകും. നമ്മൾ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ അവിടെ 4-ാം അധ്യായത്തിൽ 6-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ പ്രാർത്ഥനകളോടെ, കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ. അങ്ങനെ ചെയ്താൽ എന്തു സംഭവിക്കും? അടുത്ത വചനത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, അപ്പോൾ നിങ്ങളുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ പൗലോസ്ലീഹ പറയും, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തിന് നന്ദി പറയുക, കൃതജ്ഞത അർപ്പിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് സമർപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ധാരണകളെ അതിലംഘിക്കുന്ന ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരിക്കൽ ഒരു കുടുംബത്തിൽ അവിടെ എല്ലാ ദിവസവും അവർ ജപമാല ചൊല്ലും, അതിനുശേഷം കുറച്ചു സമയം ബൈബിൾ വായിക്കും. അപ്പോൾ ആ കുടുംബനാഥൻ ഭാര്യയ്ക്കും മക്കൾക്കും പ്രത്യേകം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം,
എല്ലാ ദിവസവും ജപമാലയും ചൊല്ലണം, മുടക്കാൻ പാടില്ല. എന്നാൽ അദ്ദേഹം ജോലിക്ക് പോയി തിരിച്ചു വരുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി തീർക്കണം എന്നാണ് അദ്ദേഹം ഭവനത്തിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് അപ്പൻ വരുന്നതിന് മുമ്പ് ഈ അമ്മയും മക്കളും ജപമാലയൊക്കെ ചൊല്ലും, ബൈബിളും വായിച്ച് അവർ റെഡിയായിരിക്കും. പിന്നെ അപ്പൻ വന്നു കഴിയുമ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കും. അങ്ങനെയാണ് സാധാരണ പോകാറ്. ഒരു ദിവസം ഈ അപ്പച്ചൻ കുറച്ച് നേരത്തെ വന്നു. അവൻ നേരത്തെ വന്നപ്പോൾ ഈ ഭാര്യയും മക്കളൊക്കെ ഗൊന്ത ചൊല്ലി തീർന്നു, ജപമാല ചൊല്ലി തീർന്നു. ബൈബിൾ വായനയുടെ സമയമാണ്. അപ്പോൾ മകൻ ബൈബിൾ എടുത്ത് വായിച്ച വചനഭാഗം ഇതാണ്. ആ വചനഭാഗം ഇതാണ്: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ നിങ്ങൾ അർപ്പിക്കുവിൻ. അപ്പോൾ നിങ്ങളുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കാൻ തുടങ്ങും. നമ്മൾ അന്ന് ഈ അപ്പച്ചൻ അല്പം മദ്യപിച്ചിട്ടാണ് വന്നിരുന്നത്. ഈ വചനമൊക്കെ മകൻ വായിച്ചു കഴിഞ്ഞപ്പോൾ പുറകിലിരുന്ന വചനം കേട്ട ഈ അപ്പച്ചൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പെറുപെറുത്തു. പൗലോസ് ലീഹയ്ക്ക് ഇങ്ങനെയൊക്കെ എഴുതി വിട്ടാൽ മതി, നാളെ ബാങ്കിൽ ലോൺ അടയ്ക്കേണ്ടത് ഞാനല്ലേ, പിന്നെ എങ്ങനെ വിചാരപ്പെടാതിരിക്കും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് പൗലോസ് ലീഹാക്ക്. എവിടെങ്കിലുമൊക്കെ ഇരുന്ന് ഇങ്ങനെ എഴുതി വിട്ടാൽ മതി, ഞാനല്ലേ നാളെ ബാങ്കിൽ പോയി ലോൺ അടയ്ക്കേണ്ടത്, ഞാൻ പിന്നെ അതേക്കുറിച്ച് വിചാരപ്പെടാതിരിക്കാൻ സാധിക്കുമോ? സ്നേഹമുള്ളവരെ, വാസ്തവത്തിൽ ഈ കുടുംബനാഥന് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സംസാരിച്ചത്. കാരണം പൗലോസ് ലീഹ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് എവിടെയിരുന്നാണ് എഴുതിയതെന്ന് ഈ കുടുംബനാഥൻ അറിയാമായിരുന്നെങ്കിൽ ഈ കുടുംബനാഥൻ അങ്ങനെ സംസാരിക്കുകയില്ല. സ്നേഹമുള്ളവരെ, നിങ്ങൾക്കറിയാമോ, പൗലോസ് ലീഹ ഈ ലേഖനം, ഫിലിപ്പിയർക്കുള്ള ലേഖനം എഴുതുന്നത് അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ടാണ്. ഏകദേശം 1-2 വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ കൈകാലുകളിൽ ചങ്ങലയുണ്ട്. ഓരോ ദിവസവും ഇന്നല്ല നാളെ പുറത്തേക്ക് വരാം എന്നുള്ള ചിന്ത ഒരു വശത്തുണ്ട്. നാളുകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞ് ജയിലിൽ കിടക്കുമ്പോഴാണ് പൗലോസ് ലീഹ തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് എഴുതുന്നത്: ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് പൗലോസ് ലീഹ എഴുതിയത് ഏതെങ്കിലും മുറിയിൽ സുഖമായിട്ടിരുന്നല്ല. പൗലോസ് ലീഹ എഴുതിയത് ജയിലിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴാണ് ഈ മനുഷ്യൻ മറ്റുള്ളവരോട് പറയുന്നത്: ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. പൗലോസ് ലീഹ അങ്ങനെ പറയാൻ കാരണം വിചാരപ്പെട്ടതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നമുക്ക് നേടാനില്ല എന്ന് പൗലോസ് ലീഹാക്ക് വ്യക്തമായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, വിചാരപ്പെട്ടത് കൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത്? ഉത്കണ്ഠപ്പെട്ടത് കൊണ്ട് നമുക്ക് എന്താ നേടാൻ സാധിക്കുന്നത്? പലപ്പോഴും നമ്മുടെ പല വിചാരങ്ങളും പല ഉത്കണ്ഠകളും നമ്മൾ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? പലപ്പോഴും നമ്മുടെ ഉത്കണ്ഠകളും ആകുലതകളും നമ്മളെ കൊണ്ടുപോകുന്നത് ഒന്നുകിൽ മദ്യത്തിലേക്ക്, അല്ലെങ്കിൽ മയക്കുമരുന്നിലേക്ക്, അല്ലെങ്കിൽ ജഡിക പ്രവൃത്തികളിലേക്ക്, മോശമായ കാഴ്ചകളിലേക്ക്, അതല്ലെങ്കിൽ നിരാശയിലേക്ക് ഒക്കെയാണ് നമ്മളെ കൊണ്ടുപോവുക. വിചാരപ്പെട്ടത് കൊണ്ട് ഒരു മനുഷ്യനും ഈ ലോകത്തിൽ ഒരു പ്രതിസന്ധിയെയും തരണം ചെയ്തിട്ടില്ല. ഉത്കണ്ഠപ്പെട്ടത് കൊണ്ട് ഈ ലോകത്തിൽ ഒരു വ്യക്തിയും താൻ നേരിടുന്ന പ്രതിസന്ധിയെ നേരിട്ടിട്ടില്ല, അതിജീവിച്ചിട്ടില്ല. അത് പൗലോസ് ലീഹായ്ക്ക് വ്യക്തമായി അറിയാം. എന്നാൽ പൗലോസ് ലീഹ പറയുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പൗലോസ് ലീഹ പറയാം, ഈ ഉത്കണ്ഠകൾ നമ്മളെ വിട്ടുപോകുവാൻ, ഈ ഉത്കണ്ഠകൾക്കുള്ള യഥാർത്ഥമായ സൊല്യൂഷൻ പൗലോസ് ലീഹ നമുക്ക് പറഞ്ഞു തരിക. ആ സൊല്യൂഷൻ ഇതാണ്: നിങ്ങൾ കൃതജ്ഞതാ നിർഭരരായി, നിങ്ങൾ എപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നിങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും ദൈവത്തിന് സമർപ്പിക്കുവിൻ എന്നാണ് പൗലോസ് ലീഹ പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കൃതജ്ഞത അർപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് കൃതജ്ഞത അർപ്പിക്കുക? എന്തിനു വേണ്ടിയാണ് നമുക്ക് നന്ദി പറയാനുള്ളത്? സ്നേഹമുള്ളവരെ, നമുക്ക് നന്ദി പറയാനുള്ളത് ഇന്നലെ വരെ എൻ്റെ ദൈവം എന്നെ സഹായിച്ചതിനെ കുറിച്ചോർത്താണ്.
നമുക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ ദൈവം ഇന്നലെ വരെ എന്നെ വഴി നടത്തിയതിനെ കുറിച്ച് ഓർത്താണ്. അങ്ങനെ ഒരു വ്യക്തി ഇന്നലെ വരെ തന്നെ വഴി നടത്തിയതിനെ കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ദൈവത്തിലുള്ള ആശ്രയബോധം വർദ്ധിക്കും. ആ വ്യക്തിയുടെ വിശ്വാസം വർദ്ധിക്കും, ആശ്രയബോധം വർദ്ധിക്കും, നിരാശ വിട്ടുപോകും. ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ സമാധാനം, ദൈവികമായ സമാധാനം കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഞാനൊരു സുവിശേഷ പ്രഘോഷകനെ കുറിച്ച് ഒരിക്കലൊരു പുസ്തകത്തിൽ വായിച്ചു. അദ്ദേഹം ഓസ്ട്രേലിയയിലാണ് സുവിശേഷ പ്രഘോഷണം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ബൊർഹാം എന്നാണ്. സ്നേഹമുള്ളവരെ, ഈ ഡോക്ടർ ബൊർഹാം അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു സുവിശേഷ പ്രഘോഷകനാണ്. അദ്ദേഹത്തിൻ്റെ സുവിശേഷ വേലയിൽ 19 വർഷങ്ങളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവം അദ്ദേഹം അതിലെഴുതിയിട്ടുണ്ട്. കുട്ടിക്കാലത്തെ അനുഭവം ഇതായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരു പ്രത്യേക ദിവസം തുടങ്ങി അപ്പനൊന്നും മിണ്ടുന്നില്ല. ജോലിക്കൊക്കെ പോയി തിരിച്ചു വന്നാൽ അപ്പൻ വരാന്തയിൽ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കും, ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പൻ കുറച്ച് ദിവസങ്ങളായിട്ട് വീട്ടിലൊന്നും മിണ്ടുന്നില്ല. അമ്മയെ ശ്രദ്ധിച്ചപ്പോൾ അമ്മ ഇങ്ങനെ കരഞ്ഞ് കണ്ണൊക്കെ തുടച്ച് നടക്കുന്നുണ്ട്. അമ്മയും അധികം സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ കുട്ടിക്ക് അത് വലിയ ആകുലതയും അസ്വസ്ഥതയുമായി. കുറച്ച് ദിവസങ്ങളായി വീട്ടിൽ അപ്പനൊന്നും മിണ്ടുന്നില്ല. അപ്പൻ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. കുറച്ച് ദിവസങ്ങളായി അമ്മയും അധികമൊന്നും മിണ്ടുന്നില്ല, കരഞ്ഞു നടക്കുന്നു. എന്തോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കുട്ടി ഏറെ അസ്വസ്ഥപ്പെട്ടു. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അന്ന് അമ്മ വളരെ സന്തോഷത്തോടെ വീട്ടിലോടി നടക്കുന്നു. അന്ന് വൈകിട്ട് അപ്പൻ വന്നതിന് ശേഷം അമ്മയുമായിട്ടൊക്കെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പനും വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് വലിയ സന്തോഷമായി. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഈ കൊച്ചുകുട്ടിക്ക് മനസ്സിലായില്ല. പക്ഷെ അന്ന് മുതൽ അപ്പൻ വീണ്ടും വീട്ടിൽ സംസാരിക്കാൻ തുടങ്ങി. അമ്മ വീണ്ടും ഉത്സാഹത്തോടെ മക്കളോടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഈ കൊച്ചുകുട്ടി അമ്മയോട് ചോദിച്ചു, അമ്മേ, എന്തുകൊണ്ടാണ് കുറേ ദിവസം നമ്മുടെ അപ്പൻ ഒന്നും മിണ്ടാതെ ഇരുന്നത്? എന്തുകൊണ്ടാണ് അമ്മ കുറേ ദിവസം ഇങ്ങനെ കരഞ്ഞു നടന്നത്? അപ്പോൾ ഈ അമ്മ പറഞ്ഞു, മോനെ, നമ്മുടെ കുടുംബം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അപ്പനും അമ്മയും ഇരുന്ന് കുറേ ആലോചിച്ചിട്ട് നമ്മുടെ വീടും സ്ഥലവും ഒക്കെ വിറ്റാലും ഈ കടബാധ്യത നമുക്ക് തീർക്കാൻ സാധിക്കുകയില്ല. വേറൊരു നിവൃത്തിയും ഞങ്ങൾ എത്ര ആലോചിച്ചിട്ടും കാണുന്നില്ല. അങ്ങനെ അപ്പൻ നിരാശയിലേക്ക് പോയി. അങ്ങനെയാണ് അപ്പൻ ഈ വീട്ടിൽ മിണ്ടാതെയായത്. അപ്പോൾ അമ്മ പറഞ്ഞു, അപ്പൻ്റെ സങ്കടവും അപ്പൻ ഇങ്ങനെ മൂകനായിട്ടിരിക്കുന്നതും കണ്ടിട്ടാണ് അമ്മയും കരഞ്ഞു നടന്നത്. അപ്പോൾ ഈ കൊച്ചുകുട്ടി അമ്മയോട് ചോദിച്ചു, അമ്മേ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ ചിരിക്കാൻ തുടങ്ങിയത്? അപ്പൻ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ്? അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, അമ്മ കഴിഞ്ഞ ദിവസം വീട് അടിച്ചു വാരിയപ്പോൾ അവിടെ ഒരു കലണ്ടറിൻ്റെ കഷണം ഞാൻ കിടക്കുന്നത് കണ്ടു. ആ കലണ്ടറിൻ്റെ കഷണത്തിൽ ഒരു ദൈവത്തിൻ്റെ വചനം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ വചനം അമ്മ വായിച്ചപ്പോൾ ആ വചനം എന്നെ വല്ലാതെ സ്പർശിച്ചു, എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ആ വചനം ഇങ്ങനെയായിരുന്നു, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം സഹായിച്ചു. ഈ വചനം അമ്മ വായിച്ചപ്പോൾ അമ്മയുടെ സങ്കടമൊക്കെ പോയി. ഇത്രത്തോളം ദൈവം നയിച്ചെങ്കിൽ ഇപ്പോൾ ഈ ദൈവം നമ്മളെ കൈവിടുമോ എന്ന് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കാൻ തുടങ്ങി. ഞാൻ അപ്പച്ചൻ വന്നപ്പോൾ അപ്പച്ചനോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞ് അപ്പച്ചൻ ഈ വചനം കാണിച്ചു കൊടുത്തു. അപ്പച്ചന് വലിയ സന്തോഷമായി. അപ്പച്ചൻ ആ കലണ്ടർ വെട്ടി നമ്മുടെ ചുമരിൽ അത് ഒട്ടിച്ചു വെച്ചു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇത്രത്തോളം ഞങ്ങളെ നയിച്ച ദൈവമേ, ഇപ്പോഴും ഞങ്ങളെ നയിക്കണമേ. സ്നേഹമുള്ളവരെ, ഈ സംഭവത്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വചന ശുശ്രൂഷയിൽ
50 വർഷമൊക്കെ തികഞ്ഞപ്പോൾ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ ഡോക്ടർ ബർഹാം എഴുതിയിരിക്കുകയാണ്, ആ വചനം എത്രയോ സത്യം. അത്രയും വലിയ കടബാധ്യതയിലൂടെ കടന്നുപോയിട്ടും, അത്രയും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടും എൻ്റെ കുടുംബം തകർന്നു പോയില്ല. അതുവരെ സഹായിച്ചു കൊണ്ടുപോയ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ പിന്നെയും നയിച്ചു. ഞങ്ങളുടെ ജീവിതം വളരെ സന്തോഷത്തോടെ പോയി. ഞങ്ങൾ മക്കളെല്ലാവരും പഠിച്ച് മിടുക്കരായി, ഞങ്ങൾക്കൊക്കെ ജോലി കിട്ടി, കുടുംബത്തിന്റെ പ്രതിസന്ധികളൊക്കെ മാറി, ഞങ്ങളുടെ കുടുംബം നല്ല നിലയിലായി. ആ വചനം എത്രയോ സത്യം. ബുദ്ധി കൊണ്ട് ഞങ്ങൾ എത്ര ആലോചിച്ചിട്ടും ഞങ്ങളുടെ കടബാധ്യത തീർക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചില്ല. എന്നാൽ ദൈവത്തിന്റെ ഈ വചനം എത്രയോ സത്യം. ഇത്രത്തോളം ദൈവം നിന്നെ വഴി നടത്തിയെങ്കിൽ നിന്റെ ഇന്നത്തെ പ്രതിസന്ധിയിലും ദൈവം നിന്നെ കൈവെടിയുമോ? അതാണ് ആ വചനം ചോദിക്കുന്നത്. ഇത്രത്തോളം നീ ജീവിച്ചിരിക്കാൻ നിന്റെ ദൈവം അനുവദിച്ചെങ്കിൽ, ഇത്രത്തോളം വലിയ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നിന്റെ ദൈവം നിന്നെ സഹായിച്ചെങ്കിൽ, നിന്റെ ദൈവം ഈ പ്രതിസന്ധിയിലും നിന്നെ കൈവിടുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഒരു വ്യക്തിയുടെ ഉത്കണ്ഠകളും ആകുലതകളും ദൈവത്തിന് കൃതജ്ഞത സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ആ കുടുംബത്തിൽ നിന്ന്, വ്യക്തിയിൽ നിന്ന് വിട്ടുപോകും. അതേസമയം ഓരോന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെട്ട് ആകുലപ്പെട്ടിരുന്നാലോ ഈ ചിന്തകൾ കാടുകയറി നമ്മൾ സങ്കടങ്ങളിലേക്കും നിരാശയിലേക്കും അസ്വസ്ഥതയിലേക്കും പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്കും നമ്മൾ കടന്നുപോകും. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി ഫോൺ ചെയ്ത് എന്നോടിങ്ങനെ പറഞ്ഞു, അച്ഛൻ, എൻ്റെ കുടുംബത്തിനും എനിക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ മരിക്കാറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കെന്തോ മാരക രോഗമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ സഹോദരി വളരെ ഉത്കണ്ഠകളോടെ ആകുലതകളോടുകൂടെ സംസാരിക്കുകയാണ്. ആ സഹോദരിക്ക് ഒരു 10-35 വയസ്സേ പ്രായമുള്ളൂ. അവരിങ്ങനെ ഏറെ ഉത്കണ്ഠകളോട് സംസാരിക്കുക. എൻ്റെ ജീവിതം തീരാറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ ആയാൽ എന്താകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒത്തിരി അസ്വസ്ഥതകൾ പങ്കുവെച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എന്താ ഇങ്ങനെ ആകുലപ്പെടുന്നത്? എന്താ ഇങ്ങനെ കരയുന്നത്? അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛാ, കുറച്ച് നാളുകളായി എൻ്റെ നെഞ്ചിൽ, ബ്രസ്റ്റിൽ വലിയ വേദനയാണ്. വേദന വന്നപ്പോൾ തുടങ്ങി എനിക്ക് പേടിയായി തുടങ്ങി, ഇത് ക്യാൻസർ ആകും. ക്യാൻസർ ആണെങ്കിൽ ക്യാൻസറിന് ചികിത്സ ചെയ്യാൻ പോയാൽ ദൈവമേ മിക്കവാറും ഓപ്പറേഷൻ നടത്തേണ്ടി വരും. ഓപ്പറേഷൻ നടത്തിയാൽ പിന്നീട് കീമോ എടുക്കേണ്ടി വരും. എൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകും. പിന്നീട് ചിലപ്പോൾ അധികകാലം ജീവിച്ചിരിക്കാൻ സാധിക്കണമെന്നില്ല. എൻ്റെ മക്കളാണെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളാണ്. എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം എന്താകും? ഇതൊക്കെയാണ് ഈ സ്ത്രീയുടെ ഉത്കണ്ഠകളും ആകുലതകളും. സ്നേഹമുള്ളവരെ, ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, ആദ്യം ഡോക്ടറെ കാണൂ, പരിശോധിക്കൂ, പ്രാർത്ഥിക്കൂ, എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ആ സ്ത്രീ വീണ്ടും വിളിച്ചു. അപ്പോൾ ആ സ്ത്രീ എന്നോട് പറയുകയായിരുന്നു, അച്ഛാ, ഞാൻ എത്ര മണ്ടിയാണ്. ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് സാധാരണയൊക്കെ ചില സ്ത്രീകൾക്ക് വരുന്നതാണ്, അതിൻ്റെ ചികിത്സ പോലും ആവശ്യമില്ല, ഇതൊരു രോഗം പോലും അല്ല എന്ന് പറഞ്ഞു. എനിക്ക് വലിയ ആശ്വാസമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഉത്കണ്ഠപ്പെടാനുള്ള, ആകുലപ്പെടാനുള്ള ഒരു മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. ചെറിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, രോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പിശാച് നമ്മുടെ ചിന്തകളെ ഇങ്ങനെ കാടുകയറ്റി കൊണ്ടുപോകും. ആ സ്ത്രീക്ക് ഒരു വേദന അനുഭവപ്പെട്ടപ്പോഴേക്കും ഉണ്ടായ ഭയങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് ക്യാൻസർ ആയിരിക്കാം. ക്യാൻസർ ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഓപ്പറേഷൻ ചെയ്താൽ കീമോ എടുക്കേണ്ടി വരും. കീമോ എടുത്താൽ മുടി കൊഴിഞ്ഞു പോകും. ചിലപ്പോൾ അധികം വൈകാതെ മരിക്കും. ഈ ചിന്തകളെല്ലാം പിശാച് ഉത്കണ്ഠയായി കൊടുത്ത് ആ സ്ത്രീക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവരെ ഒരു പ്രത്യേക അവസ്ഥയിലാക്കി കളഞ്ഞു. സ്നേഹമുള്ളവരെ, പലപ്പോഴും വിചാരപ്പെടുന്നത് കൊണ്ട്, ഉത്കണ്ഠപ്പെടുന്നത് കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, നിരാശയിലേക്ക്, സങ്കടങ്ങളിലേക്ക് കടന്നു പോകുന്നു. ഞാൻ ഇവിടെ ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ബിസിനസ്സിൽ ഏറെ തകർന്നു കഴിയുന്ന 18 കുടുംബങ്ങളുണ്ടെന്ന് ഈശോ എന്നോട് പറഞ്ഞു. അതിലൊരു വ്യക്തിക്ക് 2 കോടിയോളം രൂപ കടമുണ്ടെന്ന് ഈശോ പറഞ്ഞു. ഈശോ പറഞ്ഞു, ദൈവത്തിൽ ആശ്രയിക്കുക.
2 കോടി കടമുള്ള വ്യക്തിയോട് കർത്താവ് പറഞ്ഞു, നിന്റെ വക്രബുദ്ധികൾ നീ ഉപേക്ഷിക്കുക, നീ ദൈവത്തിൽ ആശ്രയിക്കുക, എങ്കിൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന്. അതേ സ്നേഹമുള്ളവരെ, വക്രബുദ്ധികളൊക്കെ ഒഴിവാക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. എന്റെ ദൈവത്തിന് എന്നെ നയിക്കാൻ സാധിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. ഇന്നലെ വരെ എന്നെ നയിച്ച എന്റെ ദൈവം ഇന്നും എന്നെ കൈവിടില്ല എന്ന് വിശ്വസിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ, സ്നേഹമുള്ളവരെ, നമ്മുടെ ഉത്കണ്ഠകളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതാണ് കർത്താവ് തിരുവചനത്തിലൂടെ പൗലോസ്ലീഹായിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉത്കണ്ഠകൾ മാറാൻ ഏറ്റവും നല്ല വഴി നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവിൻ, ദൈവത്തിന് കൃതജ്ഞത സമർപ്പിച്ച് പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ ദൈവത്തിലുള്ള നിങ്ങളുടെ ആശ്രയം വർദ്ധിക്കും. അതാണ് പൗലോസ്ലീഹ അവിടെ പഠിപ്പിക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 6-7 തിരുവചനങ്ങളിൽ പൗലോസ്ലീഹ പറയുക, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അതിന്റെ ഫലം എന്തായിരിക്കും, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അതിന്റെ ഇഫക്റ്റ് എന്തായിരിക്കും. പൗലോസ്ലീഹ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിച്ചാൽ അതിന്റെ ഫലം ഇതാണ്, അപ്പോൾ നിങ്ങളുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, നമുക്ക് മർത്തായിലേക്കും മറിയത്തിലേക്കും തിരികെ വരാം. അപ്പോൾ കർത്താവ് മർത്തായെ കുറ്റപ്പെടുത്തി എന്തുകൊണ്ടാണ്? നിനക്കെന്തുകൊണ്ടാണ് വീട്ടിൽ വന്ന ദൈവത്തെ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയത്? നിനക്കെന്തുകൊണ്ടാണ് വീട്ടിൽ വന്ന യേശുവിന്റെ വചനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയത്? അതിന്റെ കാരണം ഇതാണ്, മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയായിട്ടാണ് നടക്കുന്നത്, നീ പലതിനെക്കുറിച്ചും അസ്വസ്ഥയായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ദൈവം വന്നാലും ആര് വന്നാലും വചനം വന്നാലും അതൊന്നും നിനക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. നിന്റെ ഉത്കണ്ഠകൾ നിന്നെ തകർക്കുന്നു, നിന്റെ ആകുലതകൾ, നിന്റെ അസ്വസ്ഥതകൾ നിന്നെ പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത വിധം, ദൈവത്തിന്റെ അടുത്തിരിക്കാൻ സാധിക്കാത്ത വിധം നിന്നെ അസ്വസ്ഥയാക്കുന്നു. അതാണ് യേശു മർത്തായെ കുറ്റപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മർത്തായെ പോലെ ആയിത്തീരാനുള്ളൊരു സാധ്യതയുണ്ട്. കുടുംബത്തിലെ ആകുലതകൾ, ഉത്കണ്ഠകൾ, നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ. ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഏകദേശം 339ഓളം മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാർ, മക്കളെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നുവെന്ന് ഈശോ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും അമ്മമാർക്ക് മക്കളെക്കുറിച്ച് ഉത്കണ്ഠകളുണ്ടാകും. പക്ഷെ സ്നേഹമുള്ള അമ്മമാരെ, നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവം നിങ്ങൾക്ക് നൽകിയ മക്കളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ആ മക്കളിലൂടെ ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുക. ആ മക്കളെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഉത്കണ്ഠപ്പെട്ടതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, മർത്താക്ക് അത് സാധിക്കാതെ പോയത് അവൾ പലവിധത്തിലുള്ള ഉത്കണ്ഠകളാലും അസ്വസ്ഥതകളാലും നടന്നതുകൊണ്ടാണ്. നമ്മളിങ്ങനെ പലവിധ കാര്യങ്ങളിൽ ഇടപെട്ട്, 100 കാര്യങ്ങളിൽ ഇടപെട്ട്, പലവിധത്തിലുള്ള ചിന്തകളും പലവിധത്തിലുള്ള അസ്വസ്ഥതകളും ഒക്കെ ആയിട്ട് നടന്നാൽ നമുക്ക് മുൻഗണന കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാൻ സാധിക്കുകയില്ല. കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും. മർത്ത ആ വീട്ടിൽ കുറെ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. അവസാനം കുറെ പണിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് അവസാനം യേശുവിൻ്റെ അരികിൽ ഓടി വന്നപ്പോഴും നല്ല വാക്ക് കേട്ടത് മറിയത്തിന്. ജീവിതത്തിൽ പലപ്പോഴും നമുക്കും അങ്ങനെ സംഭവിക്കാം. കുറേയൊക്കെ നമ്മളും ഓടി നടക്കും, വീടിന് വേണ്ടി കുറെ കഷ്ടപ്പെടും, മക്കൾക്ക് വേണ്ടി കുറെ സമ്പാദിക്കും, മക്കൾക്ക് വേണ്ടി സമ്പാദിക്കാൻ കുറെ ഓടി നടക്കും, പള്ളിയിലും പോകാതെ ഒരു കുർബാനയ്ക്കും പോകാതെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കാൻ ഇങ്ങനെയൊക്കെ നമ്മൾ ഓടി നടന്ന് ഉത്കണ്ഠപ്പെട്ട് ആകുലപ്പെട്ട് നടക്കും. എന്തിന് മുൻഗണന കൊടുക്കണമെന്ന് നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. അവസാനം ഓടാനുള്ളത് മുഴുവൻ ഓടുകയും കഷ്ടപ്പെടാനുള്ളത് മുഴുവൻ കഷ്ടപ്പെടുകയും ചെയ്ത് തമ്പുരാന്റെ അരികിൽ ചെല്ലുമ്പോൾ തമ്പുരാനും നമ്മളോട് പറയും, മർത്താ മർത്താ, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെട്ട് ആകുലപ്പെട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു, അതൊന്നുമല്ല നീ ചെയ്യേണ്ടിയിരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, ഇനി നമ്മൾ മറിയത്തിലേക്ക് കടന്നാൽ
എന്തുകൊണ്ടാണ് ഈശോ മറിയത്തെ ശ്ലാഘിച്ച് സംസാരിച്ചത്? എന്തുകൊണ്ടാണ് യേശു മറിയത്തെ ശ്ലാഘിച്ച് സംസാരിച്ചത്? അതേക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിച്ചാൽ ചില ഉൾക്കാഴ്ചകൾ നമുക്ക് ലഭിക്കും. മറിയത്തെ യേശു ശ്ലാഘിച്ച് സംസാരിക്കുന്ന ചില കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാരണം വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, മറിയം യേശുവിൻ്റെ അരികിൽ ഇരിക്കുകയായിരുന്നു. മറിയം യേശുവിൻ്റെ അരികിൽ ഇരിക്കുകയായിരുന്നു. സ്നേഹമുള്ളവരെ, ഇരിക്കുക എന്ന് പറയുന്നതിൻ്റെ ആത്മീയ അർത്ഥം എന്താണ്? ഇരിക്കുക എന്ന് പറയുന്നതിൻ്റെ ആത്മീയ അർത്ഥം, ഇരിക്കുന്ന ഒരാൾക്കോ എഴുന്നേറ്റ് നടക്കാനാകില്ല. ഇരിക്കുന്ന ഒരാൾക്കോ വേറെ സ്ഥലത്ത് പോയി എന്തെങ്കിലും കാണാൻ സാധിക്കുകയില്ല. ഇരിക്കുന്ന ഒരാൾക്ക് വേറെ കാര്യങ്ങളിൽ പോയി ഇടപെടാനാകില്ല. ഇരിക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ പോയി ഇടപെടാനാകില്ല. ഇരിക്കുന്ന ഒരാൾക്ക് അടുക്കളയിൽ പോയി ഒന്നും ചെയ്യാനാകില്ല. അപ്പോൾ ഇരിക്കുക എന്ന് പറയുന്നതിൻ്റെ ആഴമായ ആത്മീയ അർത്ഥം എന്താണ്? ഇങ്ങനെ ഇരിക്കുന്നതിന് വേണ്ടി അവൾക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്ന പലതും അവൾ ഒഴിവാക്കി. അതാണ് അതിന്റെ മൂല്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾക്ക് ആ സമയം ചെയ്യാൻ സാധിക്കുമായിരുന്ന പലതും അവൾ വേണ്ട എന്ന് വെച്ചു. അതാണ് യേശു അവളുടെ മഹത്വം കാണാൻ കാരണം. അവൾക്കും മർത്തായെ പോലെ പല ജോലികളും ചെയ്യാമായിരുന്നു. അവൾക്കും അടുക്കളയിൽ പോകാമായിരുന്നു. അവൾക്ക് വേണമെങ്കിൽ TV കാണാമായിരുന്നു. അവൾക്ക് മറ്റു പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ ആ വീട്ടിലെ TV ഓൺ ചെയ്ത് യേശുവിനോട് പറയാം, യേശു നീ കുറച്ചു നേരം ഈ സീരിയൽ കണ്ടിരിക്കും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോകാമായിരുന്നു. പക്ഷേ അവൾ അതൊന്നും ചെയ്തില്ല. അവൾ പലതും ഒഴിവാക്കി. സ്നേഹമുള്ളവരെ, അതൊരു വലിയ പുണ്യമാണ്, അനുഗ്രഹമാണ്. ഇന്ന് ഈ കുരിയച്ചിറ ഇടവക ദേവാലയത്തിൽ ഈ വചന ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പലതും ഒഴിവാക്കിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതിന്റെ കാരണം നിങ്ങൾ ഈ ദൈവത്തിനും വചനത്തിനും കൂടുതൽ മൂല്യം കൊടുക്കുന്നുണ്ട്, മുൻഗണന കൊടുക്കുന്നുണ്ട്. ഇത്രയും അധികം ആളുകൾ ഈ ഇടവകയിൽ ഇനിയും കാണണം. അവരെന്താ ഇവിടെ ഇരിക്കാത്തത്? അവരിവിടെ ഇരിക്കാത്തതിന്റെ കാരണം അവർ പലവിധ അസ്വസ്ഥതകളിൽ മുഴുകി പല കാര്യങ്ങളിൽ ചിന്തിച്ച് നടന്നുകൊണ്ടിരിക്കുക. ചിലർ കടയിൽ തന്നെ ഇരിക്കുക, ചിലർ വീട്ടിലിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുക, ചിലർ വീട്ടിലിരുന്ന് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക, ചിലർ മറ്റു കാര്യങ്ങളുമായിട്ട് നടക്കുക. അപ്പോൾ ഇരിക്കുക എന്ന് പറയുന്നതിൻ്റെ ആഴമായ ആത്മീയ അർത്ഥം ഇതാണ്. ഒരു വ്യക്തിക്ക് മറ്റുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചാലേ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, മറിയത്തെ യേശു ശ്ലാഘിച്ച് സംസാരിച്ചതിന്റെ ഒന്നാമത്തെ കാര്യം ഇതാണ്. അവൾക്ക് യേശുവിന് വേണ്ടി, അവന്റെ വചനത്തിന് വേണ്ടി അവൾക്ക് ചെയ്യാമായിരുന്ന പലതും അവൾ ഒഴിവാക്കി. അവൾക്ക് കാണാമായിരുന്ന പലതും അവൾ ഒഴിവാക്കി. അവൾക്ക് സന്തോഷിക്കാമായിരുന്ന പലതും അവൾ ഒഴിവാക്കി. സ്നേഹമുള്ളവരെ, അങ്ങനെ എന്തെങ്കിലും ഒഴിവാക്കി യേശുവിന്റെ അരികിൽ ഇരിക്കുന്നതിന് വലിയ വിലയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, മറിയത്തെക്കുറിച്ച് വീണ്ടും നമ്മൾ ധ്യാനിക്കുമ്പോൾ മറിയത്തെ യേശു ശ്ലാഘിച്ച് സംസാരിക്കുവാൻ രണ്ടാമത്തെ മറിയത്തിലെ ഗുണമിതാണ്. മറിയം എവിടെയാണ് ഇരുന്നത് എന്നുള്ളതാണ്. വചനത്തിൽ നമ്മൾ വായിക്കുന്നു, മറിയം യേശുവിൻ്റെ കാൽക്കലാണ് ഇരുന്നത്. മറിയം യേശുവിൻ്റെ കാൽക്കലാണ് ഇരുന്നത്. അതെന്താ സൂചിപ്പിക്കുന്നത്? അവളുടെ എളിമയാണ്, ദാസിയുടെ മനോഭാവമാണ്. ഈ മറിയത്തിന് വേണമെങ്കിൽ അവരുടെ വീടാണ്, വേറൊരു കസേരയിൽ കയറി ഇരിക്കാമായിരുന്നു. വേണമെങ്കിൽ യേശുവിനൊപ്പം വേറൊരു സോഫയിലോ കസേരയിലോ കയറി ഇരിക്കാമായിരുന്നു. അവൾ അവിടെയൊന്നും ഇരുന്നില്ല. അവളുടെ വീടാണെങ്കിൽ പോലും അവൾ ഇരുന്നത് എവിടെയാ? അവൾ യേശുവിൻ്റെ കാൽക്കലായിരുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്, അവളുടെ എളിമ നിറഞ്ഞ മനോഭാവമാണ്, അവളുടെ വിനയമാണ്. അത് യേശുവിനെ വല്ലാതെ ആകർഷിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു പുണ്യമാണ് എളിമയുള്ളവരായിരിക്കുക, വിനയമുള്ളവരായിരിക്കുക. അങ്ങനെയുള്ളവർ കൂടുതൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീണ്ടും മറിയത്തിൽ കാണുന്ന വേറൊരു ഗുണം യേശു കണ്ടത് ഇതായിരുന്നു, അവളുടെ വിധേയത്വം. എന്നാണ് അവളുടെ വിധേയത്വം എന്ന് പറയുന്നത്?
അവൾ യേശു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവൾ യേശു പറഞ്ഞ കാര്യങ്ങളൊക്കെ യേശുവിന് പറയാനുള്ളത് മുഴുവൻ കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവൾ യേശുവിനോട് അധികം അങ്ങോട്ട് സംസാരിക്കുന്നില്ല. അതാണ് അവളുടെ വിധേയത്വം. നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഈ ഇടവകയിൽ അച്ഛനോ അല്ലെങ്കിൽ മാർപ്പാപ്പയോ മെത്രാനൊക്കെ കടന്നു വന്നാൽ അവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ അവസരം കൊടുക്കാതെ നമ്മൾ അങ്ങോട്ടേക്ക് പറയും, അച്ഛാ അയൽപ്പക്കത്തെ വീട്ടിൽ ആ തെങ്ങൊന്ന് നേരെയാകാൻ പ്രാർത്ഥിക്കണം അച്ഛാ, അല്ലെങ്കിൽ ഞങ്ങളുടെ വഴി അവർ കയറ്റിയെടുത്തിട്ടുണ്ട്, അതൊന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛാ. അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുണ്ടാവും. എന്നാൽ മറിയം അതൊന്നുമല്ല ചെയ്തത്. അവൾ യേശുവിന് പറയാനുള്ളത് മുഴുവൻ അവിടെ ഇരുന്ന് കേൾക്കുകയാണ് ചെയ്തത്. കൊതി തീരാതെ അവൾ യേശുവിന് പറയാനുള്ളത് മുഴുവൻ അവൻ്റെ അധരങ്ങളിൽ നിന്ന് അവൾ ഒപ്പിയെടുക്കുകയാണ് ചെയ്തത്. സ്നേഹമുള്ളവരെ, യേശു വെറുതെ മറിയത്തെ ശ്ലാഘിച്ചതല്ല, യേശു വെറുതെ മർത്തായെ കുറ്റപ്പെടുത്തിയതല്ല. മറിയത്തിൻ്റെ നന്മകൾ, അവളുടെ പുണ്യങ്ങൾ, അതാണ് യേശു അവളെ ശ്ലാഘിച്ച് സംസാരിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കർത്താവിന്റെ സന്നിധിയിലിരിക്കുമ്പോൾ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്കെല്ലാം തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ ഉത്കണ്ഠകളും ആകുലതകളുമെല്ലാം പമ്പകെടുക്കും. കർത്താവിന്റെ സമാധാനം നമ്മളുടെ ഹൃദയങ്ങളെ ഭരിക്കാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും, ഞങ്ങൾക്കൊന്നും നന്ദി പറയാനില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു അനുഗ്രഹം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ടാകും. സ്നേഹമുള്ളവരെ, അങ്ങനെയൊന്നുമല്ല. ജീവിതത്തിൽ ഇതുവരെയുള്ള നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ ദൈവം അനുഗ്രഹിച്ച അനേക ദിവസങ്ങളും വർഷങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഞാനൊരു പുസ്തകത്തിൽ ലെബനനിലുള്ള ഒരു ദമ്പതികളെ കുറിച്ച് വായിച്ചു. ലെബനനിലുള്ള ഈ ദമ്പതികൾ സുവിശേഷ വേല ചെയ്യുന്നവരാണ്. സുവിശേഷ വേല ചെയ്യുന്ന ഈ ദമ്പതികൾക്ക് അവർക്ക് ഒരേ ഒരു മകനാണ് ഉണ്ടായിരുന്നത്. വളരെ മിടുക്കനായ, വളരെ നല്ല സ്വഭാവമുള്ള ഒരു മകൻ. ഈ മകൻ 18 വയസ്സായപ്പോൾ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു. ഈ മകൻ 18 വയസ്സായപ്പോൾ കാർ ആക്സിഡന്റിൽ മരിച്ചു. ഈ ദുഃഖം വളരെ വലുതായിരുന്നു. പക്ഷേ ഈ ഭാര്യയും ഭർത്താവും റോമാലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം ഉറച്ചു വിശ്വസിക്കുന്നവരായിരുന്നു. വചനം ഇതാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്നെല്ലാം നന്മയ്ക്കായി മാറ്റുന്നു. ഈ ഭാര്യയും ഭർത്താവും മകന്റെ മരണത്തിന് ശേഷം ഒരുമിച്ചിരുന്ന അവർ രണ്ടുപേരും ആലോചിച്ചതാണ്, നമ്മുടെ മകന്റെ മരണത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മുടെ ഈ മകന്റെ മരണത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്നാണ് ആ ഭാര്യയും ഭർത്താവും ആലോചിച്ചത്. സ്നേഹമുള്ളവരെ, ആ ഭാര്യയും ഭർത്താവും ഇങ്ങനെ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചു, ഞങ്ങളുടെ ഈ മകന്റെ മരണത്തെ പ്രതി ദൈവത്തിന് നന്ദി പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അതിന് സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് വ്യക്തമായി അവരോട് സംസാരിച്ചു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിങ്ങൾക്ക് നന്ദി പറയാൻ കാരണമുണ്ട്. ഇത്രയും വിശുദ്ധനായ ഒരു മകൻ, ആ മകനോടൊപ്പം 18 വർഷം ജീവിക്കാൻ നിങ്ങൾക്ക് സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയൂ. ഇത്രയും നന്മകൾ നിറഞ്ഞൊരു മകൻ നിങ്ങളുടെ കുടുംബത്തിൽ ജനിച്ചതിന് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയൂ. ഇത്രയും വിശുദ്ധനായ ഒരു മകനെ പ്രസവിച്ചതിന് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയൂ. നിങ്ങൾക്ക് നന്ദി പറയാൻ കാരണങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, സുവിശേഷ പ്രഘോഷകരായ ദമ്പതികൾ അവരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുക, തങ്ങളുടെ മകന്റെ മരണത്തിൽ തകർന്നിരുന്ന അവർക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ദുഃഖങ്ങളിൽ തകർന്നു പോകരുത്, തളർന്നു പോകരുത്. ദൈവത്തിന് നന്ദി പറയാൻ കാരണമുണ്ട്. നിങ്ങൾക്ക് ഇത്രയും വിശുദ്ധനായ മകനെ നൽകിയതിന്, 18 വർഷം അവൻ നിങ്ങളുടെ കൂടെ ജീവിച്ചതിന് നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാം. ഈ സുവിശേഷം പറയുന്ന ദമ്പതികൾ അവർ എഴുതിയിരിക്കുകയാണ്, അവർ അങ്ങനെ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ തുടർന്നുള്ള അവരുടെ ശുശ്രൂഷാ വേദികളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങി. ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും മാനസാന്തരങ്ങളും അവരുടെ ജീവിതത്തിലൂടെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി.
അവർ വളരെ സന്തോഷത്തോടെ ദൈവത്തിന്റെ ശുശ്രൂഷകരായി തുടരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില പരാജയങ്ങളെ പ്രതി, കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ചില തകർച്ചകളെ പ്രതി, മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളെ പ്രതി ദൈവത്തെ പഴിച്ചും ജീവിതത്തെ നിരാശപ്പെട്ടും നമ്മൾ മുമ്പോട്ട് പോകരുത്. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് കൃതജ്ഞതയുള്ളവരായി നമ്മൾ മുമ്പോട്ട് പോയാൽ ആ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ സമാധാനം കൊണ്ട്, ക്രിസ്തുവിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കുമെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് സമാധാനം പകർന്നു നൽകുന്ന ദൈവത്തിന്റെ പ്രവാചകരാക്കി നമ്മളെ മാറ്റുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. ദൈവത്തിന്റെ ആ വാക്കിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. സങ്കീർത്തനം 55:22 ദൈവത്തിന്റെ വാക്കാണ്. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. മനുഷ്യന്റെ വാക്കല്ലാതെ ദൈവത്തിന്റെ വാക്കാണത്. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നിന്റെ മനസ്സിന്റെ ഭാരമാകട്ടെ, നിന്റെ രോഗത്തിന്റെ ഭാരമാകട്ടെ, കുടുംബത്തിന്റെ ഭാരമാകട്ടെ, സാമ്പത്തിക ഭാരമാകട്ടെ, മക്കളെക്കുറിച്ചുള്ള ഭാരമാകട്ടെ, നീ മാത്രം ചുമന്നുകൊണ്ട് നടന്നാൽ നീ തളർന്നു പോകും. ചിലപ്പോൾ നീ മാനസിക രോഗിയായി മാറും, ചിലപ്പോൾ നീ രോഗിയായി മാറും. നിന്റെ ദൈവം നിന്നോട് പറയുകയാണ്, മോനെ മോളെ, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, കർത്താവിന്റെ ഈ തിരുവചനങ്ങൾ കേട്ട ഈ ദേവാലയ മുറ്റത്ത് നമ്മൾ ഇരിക്കുമ്പോൾ, കർത്താവ് മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനത്തിലേക്ക് കടന്നു വന്ന് മറിയത്തെ ശ്ലാഘിച്ചതുപോലെ നമ്മുടെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു വന്നാൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ശ്ലാഘിക്കുമോ എന്ന് ഞാൻ കണ്ടെത്തേണ്ടതുണ്ട്. അതോ എൻ്റെ കർത്താവ് മർത്തായോട് പറഞ്ഞതുപോലെ എൻ്റെ കുടുംബത്തിലുള്ളവരോടും പറയുമോ, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെട്ട് നടക്കുകയാണ്, നീ പലതിനെക്കുറിച്ചും വ്യഗ്രതപ്പെട്ട് നടക്കുകയാണ്, നിനക്ക് മുൻഗണന കൊടുക്കേണ്ടതിന് മുൻഗണന കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് എൻ്റെ കർത്താവ് എന്നോട് പറയുമെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, ഉത്കണ്ഠകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറയ്ക്കുന്നത്, വിചാരപ്പെടുവാൻ നമുക്ക് പ്രേരണ നൽകുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല, അത് തിന്മയുടെ ആത്മാവാണ്. നമുക്ക് പൗലോസ്ലീഹായുടെ വാക്കുകൾ ഉറച്ചു വിശ്വസിക്കാം. കൃതജ്ഞതാ നിർഭരരായി ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയാം. അങ്ങനെ ദൈവത്തിൻ്റെ സമാധാനം കൊണ്ടും സൗഖ്യം കൊണ്ടും നിറയാം. മറിയത്തിൻ്റെ മാതൃക നമുക്ക് സ്വീകരിക്കാം. മറിയത്തെ പോലെ മറ്റു പലതും ഒഴിവാക്കി ദൈവത്തിൻ്റെ അരികിൽ ഇരിക്കാം. മറിയത്തെ പോലെ എളിമയുള്ളവരാകാം. മറിയത്തെ പോലെ കർത്താവിനോട് വിധേയത്വമുള്ളവരായി നമുക്ക് മാറാം. അപ്പോൾ തീർച്ചയായും കർത്താവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും വന്ന് നിറയും. അതിന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടച്ച് അല്പസമയം പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, രോഗസൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം, നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ ഇരു കരങ്ങളും നമ്മുടെ തന്നെ ശിരസിൽ വയ്ക്കാം. ഇരു കരങ്ങളും നമ്മുടെ ശിരസിൽ വയ്ക്കാം. കർത്താവ് അത്ഭുതകരമായ സൗഖ്യം നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് വർഷിക്കുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ജീവിക്കുന്ന ദൈവം നമ്മോട് ചോദിക്കുന്നു, ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? ഞാൻ എന്താണ് നിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തു തരേണ്ടത്? ഞാൻ എന്താണ് നിന്റെ മക്കൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? നമുക്ക് ആ പ്രാർത്ഥന കർത്താവിന് സമർപ്പിക്കാം. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുന്നവൻ അത് ചെയ്തു തരാൻ വേണ്ടിയാണ് നമ്മോട് ചോദിക്കുന്നത്. സ്നേഹമുള്ളവരെ, അത് നടത്തി തരാൻ വേണ്ടിയാണ് നമ്മോട് ചോദിക്കുന്നത്. ദൈവം ഞാൻ ചോദിക്കുന്നത് എനിക്ക് നടത്തി തരുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ നമുക്കൊന്ന്
ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് എനിക്ക് നൽകിയ പൗരോഹിത്യ അധികാരത്താലും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരങ്ങൾ അവർക്ക് പരിശുദ്ധാത്മാവ് നൽകിയുള്ള വരദാനങ്ങളാലും ഈ മക്കളെല്ലാവരും രോഗസൗഖ്യം ലഭിക്കുവാൻ, അത്ഭുതമായി വിടുതൽ ലഭിക്കാനും പ്രാർത്ഥിക്കുക. ഹാലലൂയ ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദി പരിശുദ്ധാത്മാവേ. സമാപനാശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യ